ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ മിന്നൂസ്. അപ്പോൾ നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതാ നമ്മൾ ലാസ്റ്റ് നമ്മളെ വീഡിയോ എന്തായിരുന്നു? അമ്മൂൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞു, എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവും. കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്ത്, കുറേ ആൾക്കാർക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കല്യാണം, അടിപൊളിയായിരുന്നു. ഡ്രസ്സ് എവിടെ നിന്ന് എടുത്തത്, എന്താ അടിപൊളിയായിട്ടുണ്ടല്ലോ, എത്രയായിട്ടുണ്ട്, സാരിക്ക് എത്രയായിട്ടുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് ചെയ്യാം. അന്ന് നമുക്ക് സന്തോഷമുള്ളൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാട്ടോ. അയ്യോ, അപ്പം ഞാൻ പറയാം. നമ്മൾ ലേണിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ലേണിങ് പാസ്സായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ എന്നാണ്, ഡേറ്റ് എന്നാണെന്നൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടോ, ഡേറ്റ് എന്നാണെന്ന് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നമുക്ക് കഴിഞ്ഞ മാസം 24-ാം തീയതി, ജനുവരി 24-ാം തീയതി ആയിരുന്നു എൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ്. ക്രൈസ് ഇങ്ങനെയല്ലേ, പാസ്സായി കിട്ടി മക്കളെ, കിട്ടി. 2 വീലറിൻ്റെ ആണ് കേട്ടോ. ഇങ്ങനെ കാണിച്ചല്ലെന്ന് എനിക്കറിയില്ല, അതാണ് ഞാൻ ജസ്റ്റ് എൻ്റെ ഫോട്ടോ മാത്രം ആക്കിയിട്ട് കാണിച്ചത്. കിട്ടി. ഓ മൈ ഗോഡ്. ടെസ്റ്റിന് പോയി 8 ഓ മൈ ഗോഡ്, എങ്ങനെ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. അപ്പം ഗായ്സ്, നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചാനൽ സൗണ്ട് കൊണ്ട് കേൾക്കണ്ട അറിയില്ല കേട്ടോ. ഇതാ ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ഡ്രൈവിംഗ് പഠിക്കുന്നവർക്കും പഠിക്കാണ്ട് വീട്ടിലിരിക്കുന്നവർക്കും ഒക്കെ ഉള്ളൊരു ചെറിയൊരു മോട്ടിവേഷൻ ഞാൻ തരാം. ഇപ്പം നമ്മളെ നല്ല സമയമാണ്. ഇപ്പം നമ്മളെ നല്ലൊരു നമ്മളൊരു സമയത്ത് നമ്മൾ പഠിക്കണം നമുക്ക് തോന്നിയത് അപ്പം തന്നെ ചെയ്യണം. പിന്നെ നമുക്കത് പിന്നത്തേക്ക് വെച്ചാൽ അത് പിന്നത്തേക്ക് മാറി പോവുള്ളൂ. പിന്നെ നമുക്ക് കുറേ ഇപ്പോൾ പല സംഭവങ്ങൾ. അപ്പോൾ ലൈസൻസ് എടുക്കാൻ പോയിട്ട് നമുക്ക് 8 ഞാൻ, പക്ഷേ നമ്മൾ റോഡ് ടെസ്റ്റ് നമ്മൾ ചെയ്യിപ്പിക്കുമ്പോൾ എന്താണ് ക്വസ്റ്റ്യൻസ് ചോദിക്കും, പല ക്വസ്റ്റ്യൻസ് ചോദിക്കും. എന്നാലും നമ്മളിപ്പം സിഗ്നൽ കാട്ടുന്നത് എങ്ങനെയാണ് അങ്ങനെ ഓരോന്ന് ചോദിക്കും. അപ്പം ചിലവർ എൻ്റെതൊക്കെ മുന്നിലുള്ള 2 ഇവരത് കഴിഞ്ഞ ശേഷം വേറെ സാറായി മാറി. അപ്പം നമുക്ക് നല്ല ചൂടായിരിക്കും, ചിലവർക്ക് പാവമായിരിക്കും. അപ്പം നമുക്ക് എൻ്റെ സമയത്ത് കിട്ടിയതൊരു പാവം സാറായിരുന്നു. നല്ല കമ്പനിയായിരുന്നു. കമ്പനി പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യത്തിന് വിട്ടല്ല, നമ്മളെ ജയിപ്പിച്ച് വിടുന്ന കാര്യത്തിനല്ല. നമ്മൾ റോഡ് ടെസ്റ്റിന് കയറുന്നതിന് മുന്നേ നമുക്ക് ഒരു ജസ്റ്റ് ഇത് പറഞ്ഞു തന്നിരുന്നു. ചെറിയ കുഞ്ഞു ക്ലാസ് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ ഹെൽമെറ്റ് ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങളെ സൗന്ദര്യമൊക്കെ പോകും, നിങ്ങൾ തലയാണ് ഇടിക്കുക. അപ്പോൾ കോമ സ്റ്റേജിലേക്കാവും. സത്യമാണ്, കോമ സ്റ്റേജിലേക്കാവും. അപ്പം എന്തായാലും ഹെൽമെറ്റ് ധരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ പേരിലേക്കായിരിക്കും. ഞാൻ ഇപ്പോൾ ഡ്രൈവിങ്ങിന് ഒപ്പിട്ടെന്നല്ല, ആ സാറിൻ്റെ പേരിലായിരിക്കും നമുക്ക് വരിക ഡ്രൈവിംഗ് ലൈസൻസ്, അവരെ ഒപ്പിലായിരിക്കും. അപ്പം എൻ്റെ ജോലി പോകും എന്നൊക്കെ പറഞ്ഞിട്ട് സാറ് പോയ ക്ലാസ്സൊക്കെ എടുത്ത് തന്നു. അപ്പം ഞാൻ ആക്റ്റീവേമയാണ് കേട്ടോ. വിത്തൗട്ട് ഗിയറിലല്ല ഞാൻ ചെയ്തത്. അപ്പം വിത്തൗട്ട് ഉള്ളതാണെന്നുണ്ടെങ്കിൽ എന്തിനാ വെറുതെ അതവറ്റ് പോയി നമ്മൾ പൊട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കിട്ടില്ല. നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ ഇട്ടിട്ടതാണ്. പിന്നെ നമ്മൾ റോഡ് ടെസ്റ്റിനായിട്ട് പിന്നെ വരണം. അപ്പം ഞാൻ ആക്റ്റീവേമ ഓട്ടി സിഗ്നലൊക്കെ കാണിച്ച് കറക്റ്റായിട്ട് എടുത്ത് വണ്ടിയുടെ നിർത്തിയിട്ടാണ്. പിന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു എൻ്റെ കൂടെ. ഞാൻ പോപ്പുലറിലാണ് കേട്ടോ പഠിച്ചത്. പോപ്പുലറിലാണ്, നമ്മളെ കൂട്ടുമുച്ചിയുള്ള പോപ്പുലർ ഡ്രൈവിംഗ് സ്കൂളിലാണ് പഠിച്ചത് കേട്ടോ. അവിടെ അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. അവിടെ പേയ്മെൻറ്റ് വരുന്നത് പറഞ്ഞാൽ നമ്മളെ 2 വീലറിന് 3000 ആണ്. അവിടെ പഠിക്കാനുള്ളത് വേറെ കൊടുക്കണം. നമ്മൾ 100 രൂപ, ഓരോ ക്ലാസ്സിന് 100 രൂപയാണ്. ഞാൻ ടോട്ടൽ 15 ക്ലാസ്സിന് പോയിട്ടുണ്ട് കേട്ടോ. 15 ക്ലാസ്സിന് പോകേണ്ട ആവശ്യമില്ല, എന്നാലും എനിക്ക് ബൈ ഹാർട്ട് ഞാൻ ആക്കി കറക്റ്റായിട്ട് പഠിച്ച്. അതുകൊണ്ട് എനിക്കൊരു കോൺഫിഡൻസ് ആയി. വണ്ടി എടുത്തിട്ടായാലും എങ്ങോട്ട് പോകാനായാലും ഞാൻ ഓക്കെയാണ്, കംഫർട്ടാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആദ്യം ഇങ്ങനെ വണ്ടി എടുക്കും, പക്ഷേ നമുക്കൊരു അപാകത്തുണ്ടല്ലോ, അമ്പൂനൊക്കെ ഇവിടെ മുന്നിൽ ഇങ്ങനെ വെക്കും. പക്ഷെ ഇങ്ങനെയൊക്കെ ഇനി പോലും ഇപ്പം ഇവിടെ നിന്ന ആ ഒരു ഇതിൽ അങ്ങനെ പോകും.
എങ്ങനെയാണ് വണ്ടി എടുക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ നിർത്തേണ്ടത്, നമ്മൾ കുണ്ടും കുഴിയും വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നിർത്തേണ്ടത്, അതൊക്കെ നമ്മൾ പഠിക്കും. നമ്മളിങ്ങനെ എട്ടിട്ടെന്നെ നമ്മൾ പഠിക്കും. പക്ഷെ 8 കിട്ടാനൊരു ഭാഗ്യം വേണം കേട്ടോ. എൻ്റെ ഫ്രണ്ടിലുള്ളവർക്കൊക്കെ പോയി. ഫസ്റ്റ് തന്നെ നമ്മളെ ഒരു 30 ആൾക്കാരെയാണ് ഫസ്റ്റ് എത്തത്തില്ല. ഞാൻ സെക്കൻഡിലേക്ക് ആയിരുന്നു. 30 ആൾക്കാരെ ഫസ്റ്റ് നമ്മളെ വിളിച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. സെക്കൻഡിൻ്റെ നമ്പർ 33 ആയിരുന്നു കേട്ടോ. പോയി ഫസ്റ്റിങ്ങനെ ആൾക്കാർ കയറുമ്പോൾ 5 ആൾക്കാരും ഇങ്ങനെ ഇടുന്ന ഫസ്റ്റത്തെ 5 ആൾക്കാരും ഔട്ടായി. പിന്നത്തേൽ ഇങ്ങനെ മെല്ലെ മെല്ലെ ഭാഗ്യമുള്ളവർക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ എടുത്താൽ മതി. ഓവർ ഇതാക്കി എടുത്തിട്ട് നമുക്ക് ട്രയലൊക്കെ തരും കേട്ടോ. 100 രൂപ കൊടുത്ത് നമുക്ക് ട്രയലൊക്കെ ചെയ്യാം. നമുക്ക് എത്രയും ട്രയലൊക്കെ ചെയ്യാം. ട്രയലൊക്കെ ഇട്ട് ഫസ്റ്റ് ട്രയൽ ഇടുമ്പോൾ എൻ്റെ അത് സ്പീഡാണ് കൂടിയിട്ട് വണ്ടി അങ്ങോട്ട് പോയി. പിന്നെ ഭാഗ്യത്തിനവിടെ നിർത്തി അവർ പിന്നെ ആണിക്കിട്ട് എന്തൊക്കെയോ ചെയ്തതിന് ശേഷം നമ്മൾ 8 2-3 വട്ടം 8 സെറ്റാക്കി. ഇനി നമ്മൾ 8 ഇടാൻ വേണ്ടി പോയതായിരുന്നു. 8 ഇതിൻ്റെ കൂടെ ഞങ്ങൾ ഓഫീസിൽ നിന്ന് നമ്മളെ പോപ്പുലറിൽ പഠിച്ച 3 താത്തമാരും 2 ജെൻസ് ഉണ്ടായിരുന്നു കേട്ടോ. 3 താത്തമാർ മീൻസ് ലേഡീസ് തന്നെയാണ്. 3 ലേഡീസും ഇന്നും കൂടി കൂട്ടി 4 ആയിരിക്കും കേട്ടോ. പിന്നെ 3 അല്ല 4 5 ഉണ്ട്. പിന്നെ 2-3 ബോയ്സും ഉണ്ടായിരുന്നു. അവർക്ക് കാറിൻ്റെ ഉള്ളിൽ 8 ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ ഒരാളാണ് ഫെയിലായത്, ഒരു താത്ത. ബാക്കി എല്ലാവരും പാസ്സായിട്ടുണ്ട് കേട്ടോ. എന്തോ ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ട് നമ്മൾ പാസ്സായി കിട്ടി. കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിരുന്നു, സെറ്റ് ചെയ്യുന്നു. അപ്പം ഇനി ആരെങ്കിലും പഠിക്കാൻ പോകുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും പോയിട്ട് പെട്ടെന്ന് തന്നെ എടുക്കുക. ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ ചേരുക, പെട്ടെന്ന് തന്നെ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക. ഇനി ലേറ്റ് ആക്കുകയേ വേണ്ട കേട്ടോ. നമുക്ക് നല്ലൊരു സമയമാണ് ഇപ്പോൾ. അപ്പം ഇപ്പോഴത്തെ നല്ല സമയം നമ്മൾ വെറുതെ കളയണ്ട. കുറേ ഏജ് കൂടിയിട്ട് നമ്മൾ ചെയ്യുമ്പം കുറേ അപാകതകൾ ഉണ്ടാവും. നമുക്ക് അതിനോട് വേണ്ടാന്നൊരിത് തോന്നും. നമ്മുടെ നല്ല സമയം നമ്മളായിട്ട് തന്നെ കളയരുത്. എനിക്കതാണ് എൻ്റെ ഒരു ഇതെന്ന് തോന്നിയത്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വെച്ച് വലിയൊരു ആഗ്രഹം ഞാൻ നടത്തി. ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. ഇപ്പം നമുക്ക് മറ്റേ ലിങ്കാണ് കേട്ടോ വരും ഫോണിലേക്ക്. ഇങ്ങോട്ട് അതിൽ കയറിയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക ചെയ്യേണ്ടത്. ഡൗൺലോഡ് ആക്കിയിട്ട് PDF ആക്കിയിട്ട് നമ്മൾ ഫോണിലേക്ക് മെസ്സേജ് വരുന്നുണ്ട്. PDF ആക്കിയിട്ട് എടുക്കുക. പിന്നെ നമുക്കിത് ഇങ്ങനെ ആക്കിയിട്ട് മറ്റേ ഇത് ചെയ്ത് തന്നത് നമ്മൾ സ്കൂളിൽ നിന്ന് ചെയ്തു തരും. നമ്മൾ 100 രൂപ കൊടുത്തിട്ട് നമുക്ക് ചെയ്തു തരും കേട്ടോ അവർ. അപ്പം അങ്ങനെയാണ്. പിന്നെതാ നമ്മൾ ഇന്നലെ അമ്മൂൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ. ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. നമ്മളെന്തായാലും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാത്തവർ എന്തായാലും എടുക്കണം. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണത് കേട്ടോ. ഇപ്പോഴത്തെ നല്ല സമയം നിങ്ങളായിട്ട് തന്നെ കളയരുത്. ഇപ്പോഴത്തെ അധികം ആൾക്കാർക്കും നമുക്കൊരു വണ്ടി വേണം, നമുക്കായിട്ടൊരു വണ്ടി കാര്യങ്ങളൊക്കെ വേണം. എന്നാലും അതിലൊരു ഇതാവുള്ളൂ. അത് അപ്പം അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞത് അത്ര ഇന്നലെ നമ്മൾ അമ്മൂൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അമ്മൂൻ്റെ വീട് മീൻസ് അവൾ കല്യാണം കഴിച്ച വിവേകിൻ്റെ വീട്ടിൽ, അവരുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ പോയിട്ടില്ലായിരുന്നു കേട്ടോ. ജസ്റ്റ് അവൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പറഞ്ഞിട്ടില്ല. കല്യാണം കഴിഞ്ഞ് കുറച്ച് 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം അവൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ വീടൊക്കെ ഒന്ന് കാണാൻ. കല്യാണം കഴിഞ്ഞ പുതുമുടി ഉണ്ടല്ലോ, അപ്പോൾ ഇവിടെ കാണാൻ എൻ്റെ അടുത്തേക്ക്, പൊന്നിൻ്റെ അടുത്തേക്ക്, പിന്നെ അമ്മേൻ്റെ അടുത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകലുണ്ട്. എല്ലാവരുടെ അടുത്തേക്ക് അവർ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് പോയി. പിന്നെ നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ വീട്ടിലേക്ക് പോയ സമയത്ത് അമ്മ അച്ഛനും അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തായാലും നമുക്ക് ഒപ്പം അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പോയി. അമ്മൂനെ കണ്ടു. ആൾ ഹാപ്പിയാണ്, കുഴപ്പമില്ല, സെറ്റാണ്. എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണ് അവളെ പാട്, ഇപ്പം ഹാപ്പി അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ, നല്ലപോലെ ജീവിക്കട്ടെ എന്നൊക്കെ പറയണം. എല്ലാവരും അവൾക്ക് വേണ്ടി കുറേ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ അവളെ കാര്യം അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര അന്വേഷിക്കുമ്പോൾ ഭയങ്കര ഒരു എന്തോ ഒരു ഉള്ളിൽ നിന്ന് എന്തോ ഒരു സന്തോഷം എന്തൊക്കെ ഇങ്ങനെ എന്തായി അമ്മൂൻ്റെ കാര്യം എന്തായി, സുഖമാണോ, കല്യാണം കഴിഞ്ഞിട്ട് ഹാപ്പി അല്ലേ, സെറ്റല്ലേ, സേഫ് അല്ലേ ആളെന്നൊക്കെ ചോദിക്കും. ആൾ സെറ്റാണ്, കുഴപ്പമൊന്നുമില്ല, ഹാപ്പി ആയിരിക്കണേ. ആളിപ്പോൾ ക്ലാസ്സിനൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ദിവസം ലീവ് ആയിരുന്നു. കല്യാണം കഴിഞ്ഞതിൻ്റെ മറ്റേ വിരുന്ന് പോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ലീവിലായിരുന്നു. ആളിപ്പോൾ ക്ലാസ്സിന് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഹാപ്പിയാണ്, കുഴപ്പമില്ല, സെറ്റായിട്ട് നല്ലപോലെ പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ പോയി ഒരു കുട്ടി വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിന് വൈൻഡപ്പ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ആ വീഡിയോ പോയി കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയതായിട്ടായിരുന്നു നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ. അപ്പം ഗായ്സ്, നമ്മളിതാ ഞാനും ഏട്ടനുമാണ് വണ്ടിയിൽ, ബാക്കിൽ അച്ഛനും ആദും അമ്മയും കൂടി. ആദു അമ്മേൻ്റെ കൂടെ കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരെ ചേർക്കോട് നിന്ന് വരികയായിരുന്നു, വീട്ടിലേക്ക് വന്നതായിരുന്നു. അപ്പോഴാണ് അമ്മ പറഞ്ഞു നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു മാറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ
കൂടെ വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്തായാലും ആ പോക്കിലൂടെ ഞങ്ങളെ പോക്കൊണ്ട് കഴിഞ്ഞല്ലോ. അങ്ങനെ മക്കളെ ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അവർ മുന്നിൽ പോയിട്ടുണ്ട്, അമ്മയും അച്ഛനും ഇപ്പം മുന്നിലേക്ക് പോയിട്ടുണ്ട്. നമ്മൾ നേരെ അവരെ വീട്ടിലേക്ക് പോകാമെന്ന് വെച്ച് പോകുമ്പം ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാൻ വെച്ച് നമ്മൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങി. അമ്മ എന്തോ ബേക്കറി കാര്യങ്ങളെന്തോ അമ്മ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവരെ വീട്ടിലേക്കുള്ള വഴിയാണ്. ഏട്ടനും പിന്നെ വഴിക്കറിയാം കേട്ടോ, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, എന്നാലും ചെറുതായിട്ടൊക്കെ ഓർമ്മ ഉണ്ട്. ഞാൻ മുന്നും പോയിട്ടുണ്ടായിരുന്നു അവിടെ വീട്ടിൽ. ആർക്കോ വയ്യാണ്ട്, കല്യാണത്തിൻ്റെയൊക്കെ മുന്നേ ആർക്കോ വയ്യാണ്ടായിട്ട് കാണാനൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. നമ്മളെ ചെട്ടിപ്പടി തന്നെയാണ് അമ്മൂനെ കല്യാണം കഴിച്ച വീട് കേട്ടോ. ചെട്ടിപ്പടി ഹരിപുരം സ്കൂളിൻ്റെയൊക്കെ അടുത്താണ്, വ്യാസവിദ്യാനികേതൻ്റെ അടുത്തായിട്ട് വരും കേട്ടോ. അപ്പോൾ അത് അവിടേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളിതാ പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. ഞങ്ങൾ ജസ്റ്റ് പോയി അവിടെ എല്ലാവരുമായിട്ടും വർത്താനൊക്കെ പറഞ്ഞു. അമ്മൂനെ കാണാൻ വേണ്ടി പോയി. എല്ലാവരും ഉണ്ട് ഇവിടെ. എല്ലാവരും ഓരോ മേമന്മാർ, അവരെ കസിൻസോ ആരൊക്കെ ഉണ്ട്. അമ്മ, അനിയത്തി, അവനില്ലായിരുന്നു കേട്ടോ, അവൻ വർക്ക് കഴിഞ്ഞ് വന്നിട്ടില്ലായിരുന്നു. വർക്കിനൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ലീവും കാര്യങ്ങളൊക്കെ ഉള്ളു. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബിസി കാര്യങ്ങളൊക്കെയാണ് അവർ. അവരെ ബെഡ്റൂമാണ് കേട്ടോ അത്. നമ്മളിവിടെ ഇരുന്ന് ഓരോ വർത്താനൊക്കെ പറഞ്ഞ്, അതുമാണെങ്കിൽ ഇവിടെ ഫുള്ള് വൈബായിരുന്നു. അതും ഓരോ വർത്താനൊക്കെ പറയുകയാണ്. നമ്മളിതാ അവരെ റൂമാണ്. ഇവിടെ ഫോട്ടോ കാര്യങ്ങളൊന്നും വെച്ചിട്ടൊന്നുമില്ല, അതൊക്കെ ഇനി അവർക്ക് പണിയുണ്ട്. കല്യാണത്തിൻ്റെ ഫോട്ടോ കൂടി കിട്ടിയിട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കല്യാണമാല കാര്യങ്ങളൊക്കെ പിന്നെ ചേച്ചി പൊന്നും ഏട്ടനും കൂടെയൊക്കെ അവർ വന്നു പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഞാൻ ജോലിക്ക് പോകുന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ബിസി കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ വൈകുന്നേരം വന്ന് ഞാൻ കിടന്നുറങ്ങും ചെയ്യും. പിന്നെ ടൈം കിട്ടലില്ല. നമ്മൾ നമ്മളതായിട്ടുള്ള കാര്യങ്ങളായിട്ട് അങ്ങനെ പോകും. അമ്മ പിന്നെ ഇവിടെ അമ്മയും കൂടി എന്തൊക്കെയോ പറയുന്നേ, എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ വർത്താനം പറയുകയാണ്. അവരവരുടേതായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഒരു കുറേ ഇതായിട്ട് ഇപ്പം കിട്ടുന്നില്ലല്ലോ, ഒരുമിച്ചല്ലേ ഉണ്ടായിരുന്നത്. ഓരോരോ കാര്യങ്ങളൊക്കെ തന്നെ പറയുകയാണ്. അതാ ചായ കുടിക്കലാണ് ഇവിടെ. അവർ മറ്റേ വെള്ളം ചായ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിങ്ങനെ എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ ഓരോന്ന് പറയുന്നുണ്ട്. അവിടെ അങ്ങനെയല്ലേ ഇവിടെ അങ്ങനെയല്ലേ. അതിൻ്റെ വർത്തമാനം കേൾക്കാൻ പിന്നെ എല്ലാവർക്കും അതൊരു രസമാണ്. നമുക്ക് പിന്നെ അത് കേട്ട് കേട്ട് ടൈമ്പായി. അവർ പിന്നെ ഇങ്ങനെ ഓരോന്നിങ്ങനെ ഓരോട് ഇതിൻ്റെ വീടാണ്, ഇത് അടിപൊളി വീടാണ്, സെറ്റ് വീടാണ്, അവനിവിടെ നിൽക്കുകയാണ് എന്നൊക്കെ ഓരോന്നിങ്ങനെ പറയുകയാണ്. പിന്നെ നമ്മളത് കുട്ടി വ്ളോഗാണ് കേട്ടോ, നമ്മൾ വലുതാക്കി എടുത്തിട്ടൊന്നുമില്ല. അൺഎക്സ്പെക്റ്റഡായിട്ട് ഞാൻ തന്നെ അൺഎക്സ്പെക്റ്റഡായിട്ടാണ് പോകാമെന്നുള്ളത് പെട്ടെന്ന് അതായത്. അപ്പം പിന്നെ കുട്ടി വ്ളോഗാണ് എടുത്തത്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഓരോരുത്തർ വർത്താനം പറയലോ, ഓൻ്റെ കഥ കേട്ട് ചിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതുതായിട്ട് നമ്മുടെ ചാനൽ കണ്ടിട്ട് ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബായ്.